രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി വലിയ കാര്യത്തിൽ കണ്ണാടിയിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്നെ കാണുവാനില്ല ഗൈസ്. സംഭവം എന്റെ കണ്ണടിച്ചു പോയതൊന്നുമല്ല, പുതിയ കണ്ണാടി വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇന്നലെ പഴയ കണ്ണാടി ഊരി മാറ്റി വെച്ചതാണ്. എന്തായാലും തുടക്കം തന്നെ പ്ലിങ് ആയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി ബാക്കി പരിപാടികളങ്ങ് തുടങ്ങി. ആദ്യം തന്നെ ഫ്രിഡ്ജിനകത്തിരുന്ന മീൻ എടുത്ത് ഐസ് മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓട്സ് ഉണ്ടാക്കി, പിന്നെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തങ്ങ് തിളപ്പിക്കാനും വെച്ചു. ഇന്നിവിടെ ഏട്ടന് മോക്കും ചോറ് കൊണ്ടുപോകണം. അവർക്കാണെങ്കിൽ പുളിശ്ശേരിയും മീൻകറിയും മാത്രം മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി തലേന്നത്തെ മീൻകറി ഇരുന്നെടുത്ത് ചൂടാക്കാൻ വെച്ചിട്ട് തലേന്ന് ഞാൻ കുറച്ച് മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മസാല തേച്ച് വറുക്കാൻ വേണ്ടി അടുപ്പിലോട്ടും ആക്കി. പിന്നെ കൂട്ടത്തിൽ എനിക്കൊരു സമാധാനത്തിന് കുറച്ച് കുമ്പളങ്ങ മെഴുക്കുരുട്ടി കൂടി ഉണ്ടാക്കി. അങ്ങനെ പീലിയുടെ സ്നാക്ക് ബോക്സിലോട്ട് കുറച്ച് ബിസ്ക്കറ്റും ചിപ്സും വെച്ച് കൊടുത്തിട്ട് ലഞ്ച് ബോക്സിലോട്ട് ചോറും അതിന്റെ മുകളിലായിട്ട് കുറച്ച് മീൻകറിയും മീനും പിച്ചിട്ട് കൊടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് പുളിശ്ശേരിയും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടന് വേണ്ടിയിട്ട് ഇല വാട്ടി അതിനകത്തോട്ട് നല്ല ചൂട് ചോറും മെഴുക്കുരുട്ടിയും മീൻ വറുത്തതും തലേന്നത്തെ മീൻകറിയും വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ പുളിശ്ശേരിയും കൂടെ വെച്ചു കൊടുത്തു. അങ്ങനെ എന്റെ അടുക്കള പരിപാടികളൊക്കെ തീർന്ന് ഇനി പീലിയെ നേരെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ട് വേണം എന്റെ ബാക്കി ജോലികൾ നോക്കാൻ. അപ്പ ഓക്കെ ബൈ.